കേരളത്തിലെ UDF-ന് ഒരവസരം കിട്ടി വന്നിരിക്കുമ്പോൾ അത് അവരറിഞ്ഞുകൊണ്ട് തന്നെ കളഞ്ഞു കുളിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ്. അതായത് 3 വർഷത്തിനിടെ 4 ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതൊക്കെ തൽസ്ഥിതി അവർ തുടർന്നു. കോൺഗ്രസ് ഭൂരിപക്ഷം കൂട്ടുകയും ചെയ്തു. പക്ഷെ നിലമ്പൂരിൽ വന്നിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് അത്തരത്തിലല്ല. അത് PV അൻവർ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നതാണ്. PV അൻവറിന് എല്ലാ തരത്തിലുള്ള സംരക്ഷണയും കൊടുത്തു കൊണ്ടുവന്നത് CPM ആണ്. അൻവറിനെ അങ്ങനെ ഒരു നെടുന്തൂണാക്കി വെച്ചതും വളർത്തിയതും എല്ലാ തരത്തിലുള്ള അഴിമതികൾക്ക് കൂട്ടുനിന്നതും ഒക്കെ CPM തന്നെയാണ്. ഒടുവിൽ ആ CPM-നോട് ചില കൊതിക്കെറിവുകൾ കാരണം പുറത്തു ചാടി പിണറായിയെയും പാർട്ടിയെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കുകയാണ് ചെയ്തത്. അങ്ങനെ UDF-നോട് അല്പം കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന അൻവറിനെ കൂട്ടിച്ചേർത്ത് കൊണ്ട് ആ സീറ്റ് പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ UDF ചെയ്യേണ്ടത്. പക്ഷേ മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിൻ്റെ അന്ന് വൈകിട്ടോ പിറ്റേ ദിവസം രാവിലെയോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതാ ഇപ്പോഴും കിടന്ന് തമ്മിൽ തല്ലാണ്. ജോയി വേണോ അതോ ഷൗക്കത്ത് വേണോ? ഇനി ഷൗക്കത്താണെന്നുണ്ടെങ്കിൽ അൻവർ തന്നെ മത്സരിക്കും എന്നുള്ള സ്ഥിതിയിൽ നിൽക്കുകയാണ്. അൻവർ ഇവിടെ തോറ്റു കഴിഞ്ഞാൽ അൻവറിൻ്റെ രാഷ്ട്രീയം തീർന്നു. മറിച്ച് UDF-ൻ്റെ ഒരു വിജയമാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ അത് അൻവർ UDF-ൻ്റെ ഭാഗമാകാൻ പോകുന്നു. അതിലേക്കുള്ള പ്രവേശനം വളരെ സാധ്യമായി എന്നുകൂടിയാണ് തെളിയിക്കപ്പെടാൻ പോകുന്നത്. ഷൗക്കത്തിന് എന്തുകൊണ്ടോ ആ മണ്ഡലം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവകാശപ്പെട്ടത് തന്നെയാണ്. ആര്യാടൻ മുഹമ്മദിൻ്റെ ആ ബന്ധമാണ് ഷൗക്കത്തിന് വളരെ വാശിയോടുകൂടി തന്നെ അവകാശപ്പെടുന്നത്. ഇപ്പോൾ പാലാ മണ്ഡലത്തിലെ ജോസ് കെ മാണി എത്രത്തോളം അവകാശം ഉന്നയിക്കുന്നുണ്ടോ അതുപോലെ തന്നെയാണ് നിലമ്പൂരിലെ ആര്യാടൻ ഷൗക്കത്ത് ഉന്നയിക്കുന്നത്. നിലമ്പൂരിലെ ഷൗക്കത്ത് പരാജയപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ജോസ് കെ മാണി പാലയിലും ഒക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് അല്പം വഴങ്ങിക്കൊടുക്കുന്നത് ഇതിവിടെ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. മറ്റൊന്നുമല്ല, ഇവർക്ക് കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ സീറ്റ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇനിയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ൻ്റെ ഒരാക്കം കൂട്ടാനായിട്ട് സാധിക്കും. അതിന് അവർ തന്നെ വേണ്ട തരത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു അനുകൂല സാഹചര്യമാണ്. ഈ അനുകൂല സാഹചര്യത്തെ കൂടുതൽ അനുകൂല സാഹചര്യത്തിലേക്ക് മാറ്റാനാണ് UDF ശ്രമിക്കേണ്ടത്. അല്ലാതെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള കലഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് വലിയ വിനയായി തീരും. ഇപ്പോൾ ജോയിക്ക് അതൃപ്തനായിരിക്കാം, ജോയിക്ക് കൊടുത്താൽ ഷൗക്കത്ത് അതൃപ്തനായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, PV അൻവറെ തന്നെ മത്സരിപ്പിക്കൂ. അൻവർ തന്നെ വീണ്ടും ആദ്യം 2016-ലും 2021-ലും CPM-ന്റെ സ്വതന്ത്രനായിട്ടാണല്ലോ മത്സരിച്ചത്. അങ്ങനെയാണെങ്കിൽ അൻവർ തന്നെ വീണ്ടും അങ്ങോട്ടേക്ക് മത്സരിക്കൂ. അപ്പോൾ അതിനല്പം ചങ്കൂറ്റമേറും, നട്ടലിന് ഉറപ്പും വരും. അൻവറിനെ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അൻവർ പിണറായിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ പിന്തുണ കിട്ടുന്നുണ്ടോ? അൻവർ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിയെക്കുറിച്ചും ക്രമക്കേടുകളെക്കുറിച്ചും പറഞ്ഞതിന് ജനപിന്തുണയുണ്ടോ? ഇതൊക്കെ തന്നെ അറിയാനുള്ള ഒരു കാര്യം കൂടിയായി മാറും അൻവർ നിന്ന് കഴിഞ്ഞാൽ ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ. അങ്ങനെ അൻവറിനെ UDF പിന്തുണയ്ക്കുകയും വേണ്ട തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക. അപ്പോൾ അൻവറിലേക്ക് തന്നെ മണ്ഡലം പോകട്ടെ. 2026-ലെ കാര്യം പിന്നീട് നമുക്ക് തീർച്ചപ്പെടുത്താം. ഒരുപക്ഷെ അൻവർ ജോയിയെ നിർത്തിക്കൊണ്ട് 2026-ലും മണ്ഡലം തന്നിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന് വേണ്ടിയാണ് ജോയിയെ ഇവിടെ ഇറക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇത് കോൺഗ്രസ് ഈ അവസരത്തിനൊത്ത് ഉയരുകയാണ് വേണ്ടത്. അതല്ലെന്നുണ്ടെങ്കിൽ കിട്ടുന്ന അവസരം ഇവർ വീണ്ടും പാഴാക്കും. അവരിപ്പോൾ നോക്കുന്ന എന്താ? കോൺഗ്രസ് ഇതിപ്പോ തോറ്റു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. CPM-ന്റെ അവരുടെ നിലവിലുള്ള സീറ്റ് അവർ നിലനിർത്തി.
എന്ന് പറഞ്ഞ് പൊടി തട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ. കോൺഗ്രസ്സുകാർക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ താല്പര്യമില്ല. ഈ ഒരു സീറ്റ് കൊണ്ടൊന്ന് നേടാം എന്നുള്ളതായിരിക്കും അവരാലോചിക്കുന്നത്. അതല്ല, നിലമ്പൂരിൽ ഇവിടം വിജയിച്ചു കഴിഞ്ഞാൽ, UDF വിജയിച്ചു കഴിഞ്ഞാൽ ഇത് 2026 ഒരു സൂചകമായി, ഒരു സൂചനയായിട്ട് മാറുകയാണ്, ഒരു ശുഭസൂചകമായി മാറും എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി ഈ കോൺഗ്രസ്സുകാർക്ക് ഇല്ലാതായി പോയി എന്നാണ് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് അവസരത്തിന് തുയർന്നില്ല എന്നുള്ളതാണ്. ഇവ നോക്കുക, നമ്മൾ 1965 മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അന്ന് അവിടെ CPM-ന്റെ കുഞ്ഞാലിയാണ് 7161 വോട്ടിന് ജയിച്ചു. 67 വന്നിട്ട് കുഞ്ഞാലി തന്നെയാണ് വീണ്ടും. 70 ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അന്ന് കോൺഗ്രസിലെ MP ഗംഗാധരൻ. 70 വീണ്ടും 2811 വോട്ടിന് MP ഗംഗാധരൻ. 77 ആര്യാടൻ മുഹമ്മദാണ് 7715 വോട്ടിന്. 1980 വന്നിട്ട് C ഹരിദാസ് കോൺഗ്രസിൽ നിന്ന്. 80 ഉപതെരഞ്ഞെടുപ്പിലെ ആര്യാടൻ മുഹമ്മദ് വിജയിക്കുന്നു 17,841. 82 TK ഹംസ സ്വതന്ത്രനായിട്ട് വളരെ ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു, 1566. 87 വീണ്ടും ആര്യാടൻ മുഹമ്മദ് 10,333. 91 ആര്യാടൻ മുഹമ്മദ് 7,684. 1996 വീണ്ടും ആര്യാടൻ മുഹമ്മദ് തന്നെ 6,693 വോട്ടിന്റെ ഭൂരിപക്ഷം. 2001 ആര്യാടൻ, 2006 ആര്യാടൻ മുഹമ്മദ് തന്നെ. 2001 ഭൂരിപക്ഷം എന്ന് പറയുന്നത് 21,620. 2006 18,070 വോട്ട്. 2011 ആര്യാടൻ മുഹമ്മദ് തന്നെയാണ്. അന്ന് 11 ആര്യാടന്റെ ഭൂരിപക്ഷം കുറയുകയാണ്, 5,598. അന്ന് അവിടെ ഈ കോൺഗ്രസിനകത്തെ കലഹം രൂക്ഷമായി തീർന്നു എന്നുള്ളതാണ്. 2016 വരുമ്പോൾ PV അൻവറിലേക്ക് പോകുന്നു. CPM സ്വതന്ത്രൻ 11,504 വോട്ടിന്റെ ഭൂരിപക്ഷം. 2021 വരുമ്പോൾ ഭൂരിപക്ഷം കുത്തനെ കുറയുകയാണ്. 2,700 വോട്ടുകൾക്ക് മാത്രമാണ് അൻവർ വിജയിക്കുന്നത്. അപ്പോൾ ഓർക്കണം, പിന്നെ നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലാണ്. ഈ 2 തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭയുടെ ഒരു തെരഞ്ഞെടുപ്പിലും പിന്നെ രാഹുൽ രാജിവെച്ചതിൻ്റെ ഒഴിവിൽ പ്രിയങ്ക മത്സരിക്കുന്ന ആ ഉപതെരഞ്ഞെടുപ്പിലും നിലമ്പൂരിലെ കോൺഗ്രസിന് നല്ല പോലെ തന്നെ മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഏറെക്കാലം കോൺഗ്രസിന്റെ കൈപ്പിടിക്കുള്ളിലിരുന്ന മണ്ഡലമാണ്. അത് കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിയും. കാരണം പരമ്പരാഗതമായി കോൺഗ്രസിനുള്ള വോട്ടുണ്ട് അവിടെ. അത് നിലനിർത്തിക്കൊണ്ടും PV അൻവറിന്റെ പിന്തുണ ആർജിച്ചുകൊണ്ടും ഇവർക്ക് ഈ സീറ്റ് നേടിയെടുക്കാൻ കഴിയും. അതിനുവേണ്ടി ഈ അവസരം ഒരുക്കാൻ തയ്യാറാവുക. അൻവറിനെങ്കിൽ അൻവറിനെ തന്നെ ഇറക്കി നിർത്തി മത്സരിപ്പിക്കുക, അതാണ് വേണ്ടത്. ഇപ്പോൾ പിണറായിക്കെതിരെയുള്ള വിജയമാണ് ഇവിടെ വേണ്ടത്. അത് മനസ്സിലാക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കണം.